രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭമായ ലോകമഹാത്ഭുതമായ താജ്മഹലിന് കീഴിലും ക്ഷേത്രമുണ്ടോ, ക്ഷേത്രാവശിഷ്ടങ്ങളുണ്ടോ എന്ന് സർവേ നടത്താൻ ഗ്യാൻവാപ്പി മോഡലിൽ സർവേ നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ അലഹാബാദ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഹർജിയെ സീരിയസ് ആയി എടുത്തിരിക്കുന്നു അലഹാബാദ് ഹൈക്കോടതി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇങ്ങനെ ചരിത്ര സ്മാരകങ്ങൾ പിറകിലൊക്കെ ക്ഷേത്രങ്ങളുണ്ടോ എന്ന് തിരയാനുള്ള സർവേ നടത്താനുള്ള സംഘപരിവാർ പ്രോജക്റ്റിൻ്റെ ഭാഗമാവുകയാണ് താജ്മഹലും എന്ന ആശങ്ക ഉയരുന്ന നിമിഷം കൂടിയാണ്. അപ്പോൾ ഈ ഹർജിക്കാർ ആവശ്യപ്പെടുന്നത് അതിന് താഴെ തേജോ മഹാലയ എന്ന ക്ഷേത്രമായിരുന്നു. അത് പിന്നീട് ഷാജഹാൻ ചക്രവർത്തി പിടിച്ചെടുത്ത് താജ്മഹലാക്കിയതാണ്. അതുകൊണ്ട് അവിടെ പൂജ നടത്താൻ വിശ്വാസികൾ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹർജി പരിഗണിച്ചത് തന്നെ, അതിനെ ഗൗരവതരമായി കാണുന്നത് തന്നെ എത്ര സീരിയസ് ആയ ഒരു സംഗതിയാണെന്നതുകൂടി ആദ്യം സംസാരിക്കുകയാണ് നമ്മൾ. അജിംസ്, എങ്ങനെയാണ് ഹർജിയെ കാണുന്നത്? അപ്പം ഇങ്ങനെ നോട്ടീസ് അയക്കുമ്പോൾ അതിന് സീരിയസ് ആയി കാണുന്നു എന്ന് വേണം കാണാൻ. ആ ഒരു പ്രോജക്റ്റിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഈ താജ്മഹലിന് തേജോ മഹാലയ എന്ന് പേര് നൽകിയൊരു PN ഓക്ക് എന്ന് പറയുന്ന ഒരു സംഘപരിവാർ എഴുത്തുകാരനാണ്. അയാളൊരു മെയിൻ സ്ട്രീം ചരിത്രകാരന്മാർ അദ്ദേഹത്തെ എന്താണ് പറയുക, ഒരു സ്യൂഡോ ഹിസ്റ്റോറിയൻ എന്നാണ് പറയുക. അപ്പോൾ താജ്മഹൽ മുമ്പ് ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്ന് ആദ്യമായി വാദിക്കുന്ന അദ്ദേഹമാണ്. 1989 അതിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ താജ്മഹൽ എന്ന പേര് അത് തേജോ മഹാലയ ആയതാണ്. അതിനുശേഷം അതിൻ്റെ ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അതിന് ഒരുപാട് കോമഡി വേർഷൻസ് പിന്നീട് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഓസ്ട്രേലിയ, അത് പിന്നീട് റീസർഫേസ് ചെയ്ത് വരുന്നത് അത് റീസർഫേസ് ചെയ്ത് വരുന്നത് പിന്നീട് മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. കാരണം അത് ആരും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സീരിയസ് ആയിട്ട് പിന്നെ തമാശയായി മാറുകയാണ് ചെയ്തത്. ഓസ്ട്രേലിയ അസ്ത്രാലയ എന്ന ശ്രീ രവിശങ്കറിൻ്റെ പ്രയോഗം, അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് പറയാൻ കാരണം ഇദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം തന്നെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാം വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് 2000 ആണ്ടിൽ മറ്റാണ് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ സുപ്രീം കോടതി അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വാജ്പേയി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഇത് കെട്ടുകഥയാണ്, ഇത് സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പല വട്ടങ്ങളിൽ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. മുമ്പ് ആഗ്രയിൽ ഒരു കോടതിയിൽ പോയിട്ടുണ്ട്, ആഗ്ര കോടതി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇത്തരം കേസുകൾ നിൽക്കുന്നുണ്ട്. PN ഓക്ക് 2007 മരിച്ചുപോയി. അപ്പോൾ അതിനുശേഷം ഈ പ്രധാനമായി ഹിന്ദു മഹാസഭയ്ക്കാണ് ഇങ്ങനെ കോടതിയിൽ ഇത്തരം ഹർജികളുമായിട്ട് ചെല്ലുക. അങ്ങനത്തെ ഹർജികൾ പലതും പെൻഡിങ് ഉണ്ട്, ചിലത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതാരും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ആഗ്രയിലൊരു കോടതി കൊടുത്തിട്ട് ആഗ്രയിൽ കോടതി തള്ളിയ കാര്യമാണ്. പിന്നീട് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഒരു ജഡ്ജിക്ക് തോന്നുകയാണ് അത് അങ്ങനെ അന്വേഷിച്ച് കളയാം, ASCക്ക് നോട്ടീസ് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ നമ്മളതിനെ തമാശയായിട്ട് കാണുന്നുണ്ട് പലരും. ഒന്ന്, താജ്മഹൽ എന്ന് പറയുന്ന ഒരു നിർമ്മിതി, ഒരു മോണ്യുമെൻറ്റിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട്. അത് ലോകതലത്തിൽ തന്നെ ഒരു 7 അത്ഭുതങ്ങളിലൊന്നാണ്. യുനെസ്കോയുടെ കൾച്ചറൽ ഹെറിറ്റേജ് പട്ടികയിലുള്ളൊരു സ്ഥലമാണ്. ലോകം മുഴുവൻ അംഗീകരിക്കുന്നൊരു മോണ്യുമെൻ്റാണത്. അതിനെതിരെ ഒരു കെട്ടുകഥയുമായിട്ട് ഒരാൾ വരിക, അതിന് കോടതി അനുമതി കൊടുക്കുക എന്നുള്ള ഇന്ത്യയിൽ അത് സാധ്യമാണെന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഒരു നീതിന്യായ വ്യവസ്ഥയിലൊക്കെ ഇപ്പോൾ അത് സാധ്യമാണ്. ഏത് സ്ഥലത്തെക്കുറിച്ചും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാം. അങ്ങനെ ഒരു പ്രസിഡൻറ്റ് സെറ്റ് ചെയ്തിട്ടാണ് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോയത്. നമുക്കറിയാം, മറ്റേ ഏത് മസ്ജിദായിരുന്നു, ഗ്യാൻവാപ്പി മസ്ജിദിൽ സർവേ നടത്താൻ വേണ്ടിയുള്ള അനുമതി കൊടുത്തതോടുകൂടി അതൊരു പ്രസിഡൻ്റായി. കാരണം നമുക്ക് ഇന്ത്യയിലൊരു നിയമം നിലനിൽക്കുന്നുണ്ട്. ആ നിയമത്തിന് വിരുദ്ധമായൊരു സുപ്രീം കോടതി ഉത്തരവായിരുന്നു അന്നുണ്ടായിരുന്നത്, ഗ്യാൻവാപ്പിയിൽ സർവേ നടത്താനുള്ള ഉത്തരവ്. അപ്പോൾ അതൊരു പ്രസിഡൻ്റായി. ഇനിയിപ്പോൾ ആർക്കും ഏത് കോടതിക്കും ഏത് കീഴ്ക്കോടതി, നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യയിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന ഇത്തരത്തിലുള്ള ചരിത്ര സ്മാരകങ്ങളിലൊക്കെ അടിയിൽ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് അന്വേഷിക്കാൻ ഏത് കോടതിക്കും ഉത്തരവിടാൻ കഴിയും വിധം അപകടകരമായ ഒരു ഉത്തരവായിരുന്നു, സർവേ നടത്താനുള്ള ഉത്തരവായിരുന്നു ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അന്ന് നടത്തിയത്. അപ്പോൾ അതിൻ്റെ ആ പ്രീസിഡൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. ഇതിൻ്റെ നിയമവശം എന്താണ്? ഇയാൾ എന്തെങ്കിലും രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടോ ഹർജിയിൽ? ഏതെങ്കിലും ഒരു രേഖകൾ, ഇത് അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകൾ ഉണ്ടോ? ഒന്നുമില്ല. ഇത് മുമ്പ് ഇതേ രേഖകളില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി തള്ളിയൊരു സംഭവമാണ്. ഇപ്പോൾ ഒരു സൈറ്റ്, അത് പഴയ ഏതോ ക്ഷേത്രം പൊളിച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നൊരു വാദം തന്നെ കൊണ്ടുവരാൻ നിൽക്കുക. അതിന് ആധാരമായ എന്തെങ്കിലും ചരിത്രപരമായ വസ്തുതകൾ, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഈ ബിൽഡിംഗ് തന്നെ ക്ഷേത്രമായിരുന്നു എന്ന് തെളിയിക്കാനായ എന്തെങ്കിലും ഒരു തെളിവ്, അതൊന്നുമില്ലാതെയാണ് അന്ന് ഹർജി തള്ളിയത്. ഇപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും തെളിവ് വന്നിട്ടുണ്ടോ? ഇല്ല. ആകെയുള്ളത് എന്താണ്? DY ചന്ദ്രചൂഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പ്രസിഡൻ്റാണ്. അതേ തുടർന്ന് ഇപ്പോൾ ഒരു കോടതിക്ക് തോന്നുകയാണ് നോട്ടീസ് അയക്കാമെന്ന്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇത്തരം ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ ഇപ്പോൾ RSS ഇത്തരത്തിലുള്ള കുറേ അധികം ഹർജികൾ, ഈ ഗ്യാൻവാപ്പി പള്ളിയെ തുടർന്നുള്ള ഹർജികൾ വന്നപ്പോൾ RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞത് ഇങ്ങനെ എല്ലാ പള്ളികളുടെ അടിയിൽ ക്ഷേത്രം ഉണ്ടോ എന്ന് തപ്പിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു.
അത് അതിശക്തമായ വിമർശനം ലോകതലത്തിൽ തന്നെ ഉയർന്ന സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഇതിപ്പോൾ പോകുന്ന അയാൾ ഹിന്ദു മഹാസഭക്കാരനാണ്, അഡ്വക്കേറ്റ്, എന്തോ ഒരു ജെയിനാണ്. അദ്ദേഹം ഹിന്ദു, അപ്പോൾ ഇത് ഞങ്ങളല്ലല്ലോ, RSS അല്ല, BJP അല്ല, അത് അവരാണ് എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഹർജികൾ ധാരാളമായി ഉണ്ടാവണമെന്നാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്. ഇതിങ്ങനെ തർക്കങ്ങളിൽ നിൽക്കണം, അരക്ഷിതാവസ്ഥയിൽ നിൽക്കണം, ഈ പറയുന്ന എല്ലാ ചരിത്ര നിർമ്മിതികളുടെ മേലിലും ക്ലെയിം ഉന്നയിക്കപ്പെട്ട് കിടക്കണം. അതിപ്പോൾ മധുരയിലെ ഷാഹി മസ്ജിദ് അല്ല, മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദ് ആണെങ്കിലും എവിടെയാണെങ്കിലും കാശി മധുര ബാക്കി എന്നുള്ള മുദ്രാക്കി ഇപ്പോഴും ഉണ്ട് BHPക്ക്. കുത്തബ് മീനാർ ആണെങ്കിലും താജ്മഹലാണെങ്കിലും ഇതിങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുക. ഒരു ചരിത്ര കാലഘട്ടത്തെ ഇറേസ് ചെയ്യാൻ വേണ്ടി അവർ പാഠപുസ്തകത്തിൽ നിന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ജീവിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ചരിത്ര സ്മാരകങ്ങൾ, അതുകൂടി ഇറേസ് ചെയ്യുക എന്നുള്ളവരുടെ ലക്ഷ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ 1-2 മാസമായിട്ട് ഉത്തരേന്ത്യയിലെ പല നഗരങ്ങളിൽ നടന്നിട്ടുള്ള പള്ളി പൊളിക്കൽ മഹാമഹം നമുക്കറിയാം. ഈ പൊളിക്കപ്പെട്ട പള്ളികളൊന്നും പുതിയ പള്ളികളല്ല. അതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം. പുതിയതായി നിർമ്മിച്ച ഏതെങ്കിലും പള്ളികളല്ല കയ്യേറ്റെന്ന് പറഞ്ഞ് ഒഴിപ്പിക്കുക. ഇന്ത്യ രൂപീകരിക്കുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച പള്ളികളാണ് സർക്കാർ ഭൂമി കൈയേറിയതാണെന്ന് പറഞ്ഞ് പൊളിച്ചു കളയുന്നത്. അതിൻ്റെ ലക്ഷ്യം ആ പള്ളികൾ കയ്യേറ്റം ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം, ആ ചരിത്ര സ്മാരകങ്ങളെ തുടച്ചു നിൽക്കുക എന്നുള്ളതാണ്. ആ പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ബുൾഡോസർ അയക്കുക, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുക. ഇപ്പോൾ താജ്മഹലിനെ സംബന്ധിച്ച് ഈ കേസ് എങ്ങോട്ട് പോകാമെന്ന് ചിലപ്പോൾ ASI ഒരു സർവേ നടത്തിയേക്കാം, അവർക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. കാരണം ഇത്തരം വാദങ്ങൾ ബാലിശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രകാരന്മാർ തള്ളിയതാണ്, കോടതികൾ തള്ളിയതാണ്. ഷാജഹാൻ ഒരു രാജാവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഭൂമി വാങ്ങിയിട്ടാണ് താജ്മഹൽ അവിടെ പണിതെന്നാണ് പറയുക. അപ്പോൾ ആ വാങ്ങിച്ച ഭൂമിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് വാദം. അതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തെളിവുമില്ല. അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നില്ല ഷാജഹാൻ. ഒരു ദേവാലയം തകർത്തിട്ട് മറ്റൊരു മോണ്യുമെൻറ്റ് പണിയുന്ന ഒരാളൊന്നും ആയിരുന്നില്ല അദ്ദേഹം. അങ്ങനെ ഒരു ആരോപണം തന്നെ ഷാജഹാനെതിരില്ല. അപ്പോൾ വെറുതെ അങ്ങ് ആരോപിക്കുകയാണ്, ഒരു തെളിവുമില്ലാതെ ആരോപിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, താജ്മഹലിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ചുള്ള സംശയം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ ഹർജി പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയെ ലോകം എങ്ങനെയായിരിക്കും കാണുക? ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ വരുന്ന രൂപം താജ്മഹലാണ്. അല്ലാണ്ട് ഇന്ത്യയിലെ ധാരാവി പോലത്തെ ചേരികളോ, അല്ലെങ്കിൽ ഇന്ത്യയിലെ വൃത്തിഹീനമായ റോഡുകളോ തോടുകളോ പട്ടിണിപ്പാവങ്ങളായ മനുഷ്യരല്ല ആളുകളുടെ കൺമുമ്പിൽ വരുന്ന ഒരു ചിത്രം. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ലോകത്തുള്ള മനുഷ്യരുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്ന ചിത്രം താജ്മഹലാണ്. അപ്പോൾ അതിനെതിരെ ക്ലെയിം ചെയ്യുക, അത് പൊളിച്ചു കാണുമെന്ന് പറയുക, അതിൻ്റെ അടിമാന്ത്രം എന്ന് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വരികയാണെന്ന് കരുതുക. അവർക്ക് ഈ രാജ്യത്തോട് എന്ത് സ്നേഹമാണുള്ളത്? ഈ രാജ്യത്തെ അവരെങ്ങനെയാണ് ലോകത്തിന് മുമ്പിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുകൂടി അവർ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിച്ചു വരും, ഇനി കൂടുതലായി വരും. ഇനി അടുത്ത കുത്തബ് മിനാർ വരും, മറ്റേതെങ്കിലും ചരിത്ര നിർമ്മിതി വരും. ഒന്നിനും മുഗൾ കാലത്തെ ഒന്നിനും രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിഷാദ്, അപ്പോൾ ബാബരിയിൽ തുടങ്ങി ഗ്യാൻവാപ്പിയിലൂടെ തുടർന്ന് ഇപ്പോൾ താജ്മഹൽ എത്തി നിൽക്കുന്ന ഈ പ്രൊജക്റ്റ്, അപ്പോൾ ഇതിപ്പോൾ കോടതികൾ എൻഡോസ് ചെയ്യുമ്പോൾ താജ്മഹലിൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതുണ്ടോ? അല്ല, അങ്ങനെ ചോദിച്ചാൽ ഇന്ത്യയിലെല്ലാ പ്രധാനപ്പെട്ട മുഗൾ കാലത്തെ സംഗതികളും ഒന്നുകിൽ ഞങ്ങളുടേതാക്കുകയോ അല്ലെങ്കിൽ തല്ലിപ്പൊളിച്ചു കളയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് അധികാര രൂപമുള്ള നാട്ടിലല്ലേ ജീവിക്കുന്നത്. നമ്മൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്യണം? ഇപ്പം തന്നെ അവിടെ ജലാലാബാദിൻ്റെ പേര് മാറ്റി പരശുറാംപുരി എന്നാക്കിയതാണ് ഇന്നത്തെ അപ്ഡേറ്റ് നമ്മളവിടെ നിന്ന് കാണുകയാണ്. മുസ്ലിം പേരുള്ളതോ മുസ്ലിം രാജാക്കന്മാരുടെ മുദ്ര പതിഞ്ഞതോ മുസ്ലിം കാലഘട്ടത്തിൻ്റെ ഏതെങ്കിലും സ്മരണയുള്ളതോ ആയിട്ടുള്ള ഒരു സംഗതിയും വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ രാജ്യത്തിന് വളരെ പ്രൗഢമായ ഒരു മുസ്ലിം ഹിസ്റ്ററി ഉണ്ടായിരുന്നു എന്നത് സംഘപരിവാറിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളും പറയുന്നു ഇന്ത്യക്കൊരു പ്രൗഢമായ സമ്പന്നമായ മുസ്ലിം കാലമുണ്ടായിരുന്നു. ആ കാലത്ത് ഇന്ത്യ, ഇവർ പറയുന്ന ഇൻവേഡേഴ്സ് എന്നാണല്ലോ, അധിനിവേശം നടത്തിയ ആൾക്കാർ ആയിരുന്നില്ല എന്നും ഇവിടെ വന്ന ആളുകൾ ഇവിടെ മനോഹരമായ നിർമ്മിതികളുണ്ടാക്കി നമ്മുടെ സമ്പദ്ഘടന ഏറ്റവും സമ്പുഷ്ടമാക്കി. മുഗൾ കാലത്താണ് ഇന്ത്യയുടെ GDP ലോകത്ത് ഏറ്റവും ഉയർന്ന നിലയിൽ ഉണ്ടായിരുന്നതെന്ന് കാര്യം ഓർക്കണം. അപ്പം അങ്ങനെ സമ്പന്നമായൊരു ഭൂതകാലം മുസ്ലിം റൂളേഴ്സിൻ്റെ കീഴിൽ ഇന്ത്യക്കുണ്ടായിരുന്നു. അവർ ഇന്ത്യയെ കൊള്ളയടിക്കുകയായിരുന്നില്ല, ഇന്ത്യയെ സമ്പന്നമാക്കുകയായിരുന്നു, ഇന്ത്യക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയായിരുന്നു, ഇന്ത്യക്ക് മനോഹരമായ സൗധങ്ങൾ നിർമ്മിക്കുകയും ലോകത്തിന് മുമ്പിൽ അഭിമാനകരമായിട്ടുള്ള ഒരു പൗരാണിക കാലഘട്ടം ഉണ്ടായിരുന്നെന്ന് സ്ഥാപിക്കുകയും ചെയ്തവരാണല്ലോ. അതില്ലാതാക്കുക എന്നുള്ളത് അവരുടെ വലിയ ഈഗോയാണത്. അപ്പോൾ അതിനുവേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതിലൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ കോടതികളുടെ ഇടപെടലാണ്. ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ നിരന്തരമായ വിചിത്രമായ ഇടപെടലുകൾ കൊണ്ടുകൂടി ശ്രദ്ധേയമായ കോടതിയാണല്ലോ. ആ കോടതി നിന്നുള്ള പല ഉത്തരവുകൾ, പാൻറ്റിൻ്റെ സിബ് അഴിക്കാൻ ശ്രമിക്കുന്നതും ഉടുപ്പ് മാറ്റുന്നതൊന്നും ബലാത്സംഗത്തിൻ്റെയും പീഡനത്തിൻ്റെയും പരിധിയിൽ വരില്ല എന്നൊക്കെയുള്ള രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള ഉത്തരവുകളൊക്കെ കൊടുത്തിട്ടുള്ള കോടതിയാണ്. പലതരത്തിലുള്ള സംഗതികൾ നമുക്ക് തപ്പിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്രശ്നം ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ സെയ്ഫുദ്ദീൻ്റെ വീട് എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ കയ്യിലിരുന്നാണ്, സെയ്ഫുദ്ദീൻ്റെ പൂർവ്വപിതാക്കന്മാർ അടിച്ചു മാറ്റിയതാണെന്ന് പറഞ്ഞ് കോടതിയിൽ ഒരു ഹർജിയായിട്ട് പോവാണ്.
കോടതി ആ ഹർജി എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് ആദ്യം ചോദിക്കേണ്ടതാണ്, ഇതൊരു ആരോപണം, ഓക്കെ, ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറയുകയാണ്, അത് തെളിവൊന്നും കൊണ്ടുവന്നിട്ടില്ല, കോടതി ഇടപെട്ടിട്ട് കുഴിച്ച് നോക്കിയാൽ ഇതിന് കിട്ടും. അപ്പോൾ ഉടൻ തന്നെ കോടതി അതിനനുസരിച്ച് ശരി കുഴിക്കൂ എന്ന് പറയാനിരിക്കുകയാണോ കോടതി? കോടതി എല്ലായ്പ്പോഴും ഏത് പ്രയറും ഏത് ഹർജിയും പരിഗണിക്കേണ്ടത് മുമ്പിൽ എന്തൊക്കെ തെളിവുകളായിട്ടാണ് വന്നിരിക്കുന്നത്, എന്ത് ന്യായമായ ആവശ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇന്ത്യയിലുള്ള ആർക്കും ഏത് ഒരു സ്ട്രക്ചറും കുഴിച്ചു നോക്കിയാൽ തെളിവ് വിട്ടു വാങ്ങുന്നേ, അതുകൊണ്ട് അങ്ങൊന്ന് കുഴിച്ചു നോക്കണം എന്ന് പറഞ്ഞാൽ ശരി കുഴിച്ചു നോക്കിക്കോളൂ എന്ന് എസയോട് പറയാൻ, അല്ലെങ്കിൽ കുഴിച്ചു നോക്കേണ്ട കേസാണല്ലോ എന്ന് സംശയം പ്രകടിപ്പിക്കാൻ കോടതി തുടങ്ങിയാൽ എല്ലാം കുഴിക്കാം, ഏതും കുഴിക്കാം. കുഴിച്ചു കഴിഞ്ഞാൽ ഓരോന്നും കുഴിച്ച് അടിയിലേക്ക് എന്താ കിട്ടുക? പലതും കിട്ടും അല്ലേ? ഇത് നമ്മൾ മണ്ണിൻ്റെ വില ഉണ്ടായി വന്നിട്ടുള്ള ഒരു മനുഷ്യവംശമല്ലേ. ആ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ എല്ലാ ഉടമസ്ഥാവകാശം നമ്മൾ നിജപ്പെടുത്താൻ പോയാൽ ആർക്കെങ്കിലും അവരോട് വീട് കൈ കാണും? എൻ്റെ വീട് കുഴിച്ച് താഴേക്ക് എന്നാൽ കിട്ടുന്നത് എന്തായിരിക്കും? എന്നിട്ട് പിന്നെ അതിൻ്റെ അടിയാധാരം തപ്പിപ്പോയാൽ ഒരു കാലത്തും അത് എൻ്റെ ഇരിക്കില്ല. അപ്പോൾ കോടതി ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, കോടതിയുടെ മുമ്പിൽ വന്നിട്ടുള്ള ഈ അപേക്ഷയുടെ കൂടെ തെളിവുകൾ വല്ലതുണ്ടോ? അപ്പോൾ ഇവിടുത്തെ ഒരു ഗതികെട്ട കാലം വെച്ചാൽ ഈ മുന്നിൽ വന്നിരിക്കുന്ന ഈ വഷളൻ അപേക്ഷകൾക്ക് തെളിവുണ്ടാക്കി കൊടുക്കാൻ കോടതി നിൽക്കുകയാണ്. തെളിവുണ്ടാക്കൽ കോടതിയിൽ പണിയാണോ? അല്ല. തെളിവുകൾ ഹർജിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു കേസിലാണെങ്കിൽ വാദിഭാഗമോ പ്രതിഭാഗമോ തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ തെളിവുണ്ടാക്കൽ കോടതിയിൽ പണിയല്ല. അപ്പോൾ തെളിവുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പരിശോധന നടത്തിക്കൂടെ എന്ന സ്വഭാവത്തിലൊക്കെ കോടതി നോട്ടീസ് അയക്കാൻ തുടങ്ങിയാൽ എല്ലാത്തിനും മേലെ അയക്കാം. പിന്നെ നേരത്തെ പറഞ്ഞുള്ള 91 ആരാധനാലയ നിയമം, നിലവിലുള്ള സ്ട്രക്ചറുകൾക്ക് മേലെ 947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നിലവിൽ ഓരോ സ്ട്രക്ചറും ആരുടേതാണോ, എന്തിൻ്റെ പേരിലുള്ളതാണോ അതിനുമേൽ മറ്റാർക്കും അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല, ബാബരി മസ്ജിദിൻ്റെ കേസ് ഒഴികെ എന്നാണ് നിയമം. ആ നിയമം അവിടെ നിൽക്കെ ആരെല്ലാമോ കൊണ്ട് ഹർജി കൊടുക്കുകയും മോദി വന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. എല്ലാത്തിനും മേലും നോട്ടീസ് അയക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന സംഗതി നടക്കുന്നു. അപ്പോൾ അത് ഏതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കാം. അപ്പോൾ ഇത് വികസിക്കട്ടെ എന്ന് ഞാൻ പറയാം. ഇതെന്തായാലും നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതൊരു പുതിയ കാര്യമല്ല. എല്ലാ സ്ട്രക്ചറിൻ്റെ മേലും ഈ ആരോപണം ഉന്നയിക്കുക, അവകാശവാദം ഉന്നയിക്കുക നമുക്ക് പുതിയ കാര്യമല്ല. നമ്മളിത് കണ്ടു മടുത്തു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജലാലാബാദിൻ്റെ പേര് മാറ്റി പരശുറാംപുരി എന്നാക്കി, അങ്ങനെ പലതിൻ്റെയും പേര് മാറ്റിയാണ്. അധികാരം കയ്യിലുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ലോകത്തിന് മുമ്പിൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം മിനിഞ്ഞാന്നുണ്ടായ ഒരു രാഷ്ട്രമല്ല. അതിന് വലിയ തോതിലുള്ള പാരമ്പര്യവും പ്രൗഢിയും പൗരാണികതയും ഉണ്ട്. അതിൻ്റെ കൂടെ പേരിലാണ് അത് ഉയർന്നു നിൽക്കുന്നത്. ഇന്ത്യയിലൊരു ദിവസം വിസിറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റ് അല്ലെങ്കിൽ വിദേശ വിനോദ സഞ്ചാരികളിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരും എന്ത് കാണാൻ വരുന്നത്? താജ്മഹൽ കാണാൻ കൂടി വരുന്നതാണ്. ഈ യോഗി ആദിത്യനാഥ് ആദ്യമായിട്ട് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വന്നതിന് ശേഷം ഉത്തർപ്രദേശ് അവരുടെ ടൂറിസ്റ്റ് അട്രാക്ഷൻസിനെ എക്സിബിറ്റ് ചെയ്യുന്ന പ്രദർശിപ്പിക്കുന്ന ഒരു ലഘുലേഖ പുറത്തിറക്കിയപ്പോൾ അതിലെന്താ അവരറിയാതെ ഒരു സംഗതി മിസ്സായിപ്പോയി. എന്താ പറയുക? താജ്മഹൽ അറിയാതെ പോവോ? ആദ്യം ഉൾപ്പെടുത്തേണ്ട സാധനമല്ലേ. അപ്പോൾ അവർക്കറിയാം ചില കാര്യങ്ങൾ. താജ്മഹൽ എന്നൊക്കെ പറയുമ്പോൾ ആരുണ്ടാക്കിയതാണെന്നൊക്കെ ചിലപ്പോൾ താഴെ എഴുതി വെക്കേണ്ടി വരില്ല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടമാണ്. പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന മുസ്ലിം ഹിസ്റ്ററിയെ ഇറേസ് ചെയ്യുക. അത് മുസ്ലിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തവരാണ്, നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള അംഗീകരിക്കാനുള്ള മടി. 100 വർഷമാകുമ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു ഹിന്ദുത്വ രാഷ്ട്രമായിരുന്നു സ്ഥാപിക്കണം. രണ്ടാമത്തേത്, അവരുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്സിന് ഇത് വേണം. എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ വേണ്ടേ അല്ലേ? അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ വന്നിട്ട് ആൾക്കാർ വന്ന് കയറും. അപ്പോൾ അത് ഉണ്ടാക്കാതിരിക്കാനും അത് നമ്മുടേത്, ഇത് നമ്മുടേത്, മറ്റേത് അവരുടേത്, ഇതെല്ലാം അവന്മാർ കൊള്ളയടിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള ടെൻഷൻ നിരന്തരം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സംഗതി ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ PN ഓക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അന്ന് അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് മാത്രമൊന്നുമല്ല, അദ്ദേഹം മക്കയിലേക്കല്ലേ പ്രധാനപ്പെട്ട ലോകത്തുള്ള പല മസ്ജിദുകളും അദ്ദേഹം എന്നായിരുന്നു. പുള്ളി രാവിലെ എഴുതിയിട്ട് ആലോചിക്കുക തന്നെ ഈ പേരുകൾ തമ്മിൽ എന്തെങ്കിലും സാമ്യം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് താഴേക്ക് ആലോചിക്കത്തില്ല. മുകളിലെ പേര് താജ്മഹൽ, തേജോമഹൽ കിട്ടി, പിന്നെ എഴുതുക, അതിന് ബാക്കി എഴുതി പിടിപ്പിക്കുക ചെയ്യുക. അല്ലാതെ ചരിത്രപരമായിട്ടുള്ള വിശകലനങ്ങൾ ചരിത്ര പുസ്തകങ്ങളുടെയോ ചരിത്രകാരന്മാരുടെയോ ഗവേഷണങ്ങളുടെയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒന്നുമില്ല. ഈ തേജോമഹാലയുടെ ഒരു സർക്കാസമാണ് തേജോധരൻ പോറ്റി. യെസ്, താജുദ്ദീൻ പുതിയില പേര് മാറ്റി എന്നതുപോലെയാണിത്. അപ്പോൾ അങ്ങനത്തെ ഒരു കക്ഷി അങ്ങനെ എഴുതിയുണ്ടാക്കുക ചരിത്രകാരെന്ന് വിളിക്കാൻ പറ്റില്ല. ഒരു ഭാവനയിൽ ഫാൻറ്റസിയിൽ നിന്നുകൊണ്ട് എഴുതി പുറപ്പെടുവിക്കുന്ന ഒരു കക്ഷിയായിരുന്നു. അതേ മുൻനിർത്തി ഇന്ത്യയിലെ ഒരു കോടതിയെ സീരിയസ് ആയിട്ടുള്ള വ്യവഹാരത്തിലേക്ക് പ്രവേശിക്കാന്ന് വെച്ചാൽ നാം ജീവിക്കുന്ന കാലം എത്ര പരിഹാസ്യമായിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ എന്തുമാത്രം പരിഹാസ്യമായിട്ടാണ് ഇവർ അവതരിപ്പിക്കാൻ നോക്കുന്നത് എന്നത് മാത്രം കാണുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ത്യ പരിഹസിക്കപ്പെടുന്നു, ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കുറവാണ്, ഇന്ത്യയിലെ ഇൻഡെക്സുകൾ ഇന്ത്യ താഴേക്ക് പോകുന്നു എന്നതൊന്നും അവരുടെ കൺസേൺ അല്ല. ആഭ്യന്തരമായി അവർക്കുള്ള ശത്രുക്കളെ വേദനിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന സാഡിസവും മാത്രമാണ് അവരുടെ ഉന്നം. അല്ലാതെ അതിൽ ഇന്ത്യ നാണം കെടുന്നല്ലോ, ഇന്ത്യ ഇൻഡെക്സിൽ താഴേക്ക് പോകുന്നല്ലോ, ഇന്ത്യയിൽ പട്ടിണി സൂചിയെ കുഴപ്പത്തിലാകുന്നല്ലോ, ഇന്ത്യയിൽ മാധ്യമ പൗരസ്വാതന്ത്ര്യം ഭരണഘടനാ മൂല്യങ്ങൾ കുഴപ്പത്തിലാണല്ലോ, നമുക്ക് നാണക്കേടാകുമല്ലോ എന്നതൊരു കാലത്തും ഇവരുടെ പ്രശ്നമല്ല. അങ്ങനെ പ്രശ്നമാകാനും മാത്രമുള്ള വിദ്യാഭ്യാസം അവർ നേടിയതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല.